Hello, this is Shahid Ali and this is my podcast number 25. സോ ഒരുപാടായി പോഡ്കാസ്റ്റിൽ വന്നിട്ട് ഒന്നാമത് സൗണ്ട് കുറച്ച് സുഖമില്ല, കുറച്ച് ദിവസമായിട്ട് ഫീവറും കുറച്ച് കാര്യങ്ങളായിട്ട് ബോഡി അത്ര ഓക്കെ അല്ല. പക്ഷേ ഇനി വൈകാൻ പറ്റില്ല പോഡ്കാസ്റ്റ് ഇടാൻ എന്ന് കണ്ടതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വയ്യെങ്കിലും ഒരു പോഡ്കാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചത്. സോ ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ CMA ഇന്റർ സ്റ്റുഡൻസ്. അവർക്ക് ജൂണിൽ എക്സാംസ് വരാൻ പോവാണ്. ഒരുപാട് CMA ഇന്റർ സ്റ്റുഡൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർ നമ്മുടെ സ്റ്റഡി ക്യാബിലും എന്നെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ആണിത്. സോ യു ആർ ഇൻ എ സ്ട്രഗ്ലിംഗ് മോഡ് റൈറ്റ് നൗ. നല്ല സ്വന്തമായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ടാവും, ഞാനിത് എന്താ എങ്ങോട്ടായി പോകുന്നത്, ഇനി എന്താ ചെയ്യണ്ടേ, പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ, എങ്ങോട്ടൊക്കെ ഈ പോകുന്നത്, കഴിഞ്ഞ അറ്റംപ്റ്റും അങ്ങനെ പോയി, ഈ അറ്റംപ്റ്റും ഇങ്ങനെ ആവുമോ, ടൂ മച്ച് ഓവർ തിങ്കിങ് എന്ന് പറയില്ലേ, അത് ചില ആൾക്കാർക്ക് ഓൾറെഡി ഓവർ തിങ്കിങ് ഉണ്ട്. ഇനി അതില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ, അതുള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് കാലം ഓവർ തിങ്കിങ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് റിസൾട്ട് വരെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. അല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു തോട്ട്സ് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി ആക്ച്വലി. ഓക്കെ, സോ ഇത് ഈ കോഴ്സിൽ ഇതിന്റെ ഭാഗമാണ്. അതായത് അങ്ങനെയൊക്കെ തോന്നും, ഡെഫിനറ്റ്ലി ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. അതെങ്കിൽ ഇനി വരുന്ന ആ ദിവസങ്ങൾ എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ ഇനി പഠിക്കണ്ടേ, ബാക്കി വരുന്ന ഒരു 30 to 40 ഡേയ്സ് ആണ് ഇനി പെൻഡിങ് ഉള്ളത്, അതെങ്ങനെ പഠിക്കാം, എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒന്ന് മോട്ടിവേഷൻ എന്നല്ല, വി ആർ ഓൾവേസ് ടോക്കിംഗ് അബൌട്ട് റിയാലിറ്റി. നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയാറില്ല, ടോക്കിംഗ് അബൌട്ട് റിയാലിറ്റി. സോ റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം. സോ ഇറ്റ് ഈസ് എ സ്ട്രഗ്ലിംഗ് മൂഡ്. ഒരു സ്ട്രഗ്ലിംഗ് ഉള്ള ഭയങ്കര ഒരു സമയമാണ്. നമ്മൾ പഠിച്ചത് നമുക്കെന്നെ തോന്നും, ഓർമ്മയുണ്ടോ ഓർമ്മയില്ലേ, ഞാൻ പഠിച്ചത് ശരിയാണോ, ഈ മെത്തേഡ് കറക്റ്റ് ആണോ എന്നൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. ചില ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പെൻഡിങ് ഉള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ടാവും, അങ്ങനെ തോന്നും. അങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വല്ല ടോപ്പിക്സ് പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ, അതായത് തീർക്കാൻ വെച്ചിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ തീർക്കുക. അതായത് ക്ലാസ് വല്ലതും പെൻഡിങ് ആണെങ്കിൽ അതൊക്കെ ആദ്യം തീർക്കുക. സോ ക്ലാസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് ലാസ്റ്റിലോട്ട് ക്ലാസ് കേൾക്കാമെന്ന് ഇനി കഴിയില്ല. പെട്ടെന്ന് തന്നെ ക്ലാസ്സസ് പെൻഡിങ് ഉള്ളത് വേഗം തീർക്കുക എന്നുള്ളത് ആദ്യം ചെയ്യുക. ഈ റെക്കോർഡഡ് ക്ലാസ്സസോ ലൈവ് ക്ലാസ്സസോ പെൻഡിങ് ടോപ്പിക്സ് ഏതെങ്കിലും പഠിച്ച് തീർക്കാണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തീർക്കുക. കാരണം മെയ് മന്ത് ഈസ് ഫോർ റിവിഷൻ ആക്ച്വലി. അതായത് രണ്ടാമതൊന്നുകൂടി പഠിച്ചെടുക്കാനുള്ള ഒരു സമയമാണ് മെയ് മന്ത്. സോ മെയ് മന്ത് പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ, മെയ് മന്ത് എന്ന് ഞാൻ പറയുന്നില്ല, അവസാനത്തെ 10 days അല്ലെങ്കിൽ 20 days എന്ന് പറയാം, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഈസി ആവണം എന്നില്ല. നെഗറ്റീവായിട്ട് പറയല്ല, ദാറ്റ്സ് ദി റിയാലിറ്റി ആക്ച്വലി. അതുപോലെ തന്നെ ഇനി പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരേ സബ്ജക്ട് തന്നെ കണ്ടിന്യൂസ്ലി ഇരിക്കാതെ, അതായത് നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ലോ പഠിക്കാം, ഇനിയിപ്പോൾ ഒന്ന് ഫുള്ള് ലോ പഠിക്കാം, നാളെയും ലോ പഠിക്കാം, സോ അല്ലെങ്കിൽ അക്കൗണ്ട്സ്, ഇന്ന് മൊത്തം അക്കൗണ്ട്സ് പഠിക്കാം, നാളെ അക്കൗണ്ട്സ് പഠിക്കാം. സോ അങ്ങനെ പോകാതെ അതൊരു മിക്സ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതായത് കുറച്ച് ലോ, കുറച്ച് അക്കൗണ്ട്സ്, ബോത്ത് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് സബ്ജക്ട് എടുത്ത് പഠിക്കാം. സോ അങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക്സിനാണ് വെയിറ്റേജ് കൊടുക്കുന്നത്, നമ്മൾ ടൈമിനല്ല. നമ്മൾ ഒരേ സബ്ജക്റ്റ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി ഒരു 9 മണി വരെ കറക്റ്റ്ലി ലോ ഇരിക്കാം. സോ 9 മണി ഞങ്ങൾ കഴിഞ്ഞ് ആ സമയം കഴിഞ്ഞല്ലോ. നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ടോപ്പിക് വൈസ് ഇങ്ങനെ, അതായത് നാളെ എന്തൊക്കെ പഠിക്കണം എന്നുള്ള ടോപ്പിക്സ് നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നത്. അതായത് DTയിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, IDTയിൽ സപ്ലൈ എന്നുള്ള ചാപ്റ്റർ, സെക്കൻഡ് ഗ്രൂപ്പിൽ വന്നിട്ട് സെക്കൻഡ് ഗ്രൂപ്പിൽ FM ഈ ടോപ്പിക്. അപ്പോൾ ഓരോന്ന് എഴുതി വെക്കുകയാണ്. രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നത് എനിക്ക് ഏതാണോ പഠിക്കാൻ തോന്നുന്നത് ഞാൻ പഠിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്ന അടുത്ത് നോക്കുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ മിക്സ് ചെയ്ത് പോകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കൂല, നമ്മൾ ടൈമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കൂല, നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കൽ എന്തെങ്കിലും ടോപ്പിക്സിലായിരിക്കും. സോ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും ടച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ ഒന്നിൽ കുറഞ്ഞു ഒന്ന് കൂടി ആ ഒരു വേരിയേഷൻസ് ഉണ്ടാവില്ല, കൂടി കുറഞ്ഞ്, അതായത് ഞാൻ കൂടുതൽ ഒന്ന് നോക്കി ഒന്ന് കുറഞ്ഞു പോയി എന്നുള്ള വേരിയേഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. സോ ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരേ സബ്ജക്ട് തന്നെ കണ്ടിന്യൂസ്ലി ഇരിക്കുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് ആ മെത്തേഡ് അനുസരിച്ച് തന്നെ പോകും. ഞാൻ ഇരിക്കുന്ന വേ എങ്ങനെയാണ്, ഞാൻ ടൈം നോക്കാറില്ല. എന്നോട് ആര് ചോദിച്ചാലും എത്ര സമയം പഠിക്കാറുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് പ്രോപ്പർ മറുപടി ഇല്ല. കാരണം ഞാൻ വാരി ചെയ്തിരിക്കും, പല ദിവസം പല രീതിയിലാണ് പഠിക്കുക, പല ടൈം വേരിയേഷൻസ് ഉണ്ടാവും. ഒരേ സമയം ഒരേ ദിവസം നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ അല്ല, സുഖമുള്ള കാര്യമല്ല. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള മൂഡ് എന്താണ്, അതാണ് അന്നത്തെ ദിവസം. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ദിവസം എന്താ പാട് എന്നുള്ളത്. അപ്പം നമ്മളിപ്പം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് നാളെ ലോ പഠിക്കാന്ന്, പക്ഷെ എണീറ്റപ്പം എനിക്ക് ലോ പഠിക്കാൻ മൂടേ ഇല്ല, ഡിപ്പെൻഡ്സ് ഓൺ ദി ഡേ. സോ ആ ദിവസം തന്നെ നമ്മളൊന്നും പഠിക്കാൻ ശ്രദ്ധിക്കണ്ടല്ലോ. നേരെ മറിച്ച് ടോപ്പിക് വൈസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ
ഇറ്റ് വിൽ ബി ഈസി എന്നാണ് എൻ്റെ ഒരു തിയറി. എന്നെ പോലത്തെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ തിയറി എന്ന് പറയാം. എനിക്ക് ടൈം നോക്കി പഠിക്കുന്നത് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഗിൽറ്റി പാടില്ല. അതായത് ഞാൻ പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഗിൽറ്റി പാടില്ല. അതായത് നമുക്ക് തന്നെ തോന്നുകയാണ് ഞാൻ പഠിക്കുന്നു, എന്നെ സംശയിക്കുക, സ്വയം സംശയിക്കുക, ഞാൻ പഠിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ കറക്റ്റല്ല, ഞാൻ ചെയ്തൊന്നും കറക്റ്റല്ല എന്ന് സ്വയം സംശയിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. സംശയിച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന ഒന്നും ശരിയാവില്ല. ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒരു വിശ്വാസം അർപ്പിക്കുക. അത് മതി. അത് എത്ര പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു അല്ലല്ലോ, നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കുന്നുണ്ടോ, ഉണ്ട് എന്നാണ് ആൻസർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ്സായി, അത്രേ ഉള്ളൂ. അതിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ പഠിക്കുന്നത് ശരിയാണോ അല്ലേ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇരിക്കുന്നുണ്ടോ, ജെന്യുവൻ ആയിട്ട് നിങ്ങൾ അതിന് മെനക്കെടുന്നുണ്ടോ, ഫൈൻ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ചാപ്റ്റേഴ്സ് ഇങ്ങനെ പഠിച്ച് കവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ശരിക്കും പഠിക്കുന്നത് നോട്ട് ഫോർ ദി എക്സാം. ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് എക്സാമിന്റെ തൊട്ട് തലേന്നുള്ള ആ ദിവസത്തിന് വേണ്ടി പഠിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൽ ഇപ്പൊ അത്രയും കണ്ടന്റ് ഉണ്ട് ഒരു സബ്ജക്ട്. അപ്പൊ അത്രയും കണ്ടന്റ് എക്സാമിന് ഓർമ്മ കിട്ടണ്ടേ. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ തലേന്ന് ആ സാധനം അത്രയും റിവൈസ് ചെയ്താലാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഓർമ്മ കിട്ടുക. ഐ റൈറ്റ്? സോ ആ തലേന്ന് ആ ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിനാണ് ഇപ്പോൾ പഠിക്കുന്നത്, നോട്ട് ഫോർ ദി എക്സാം. ആക്ച്വലി തലേന്ന് നമ്മൾ ആ മൊത്തം ഡി ടി എന്നുള്ള സബ്ജക്ട് മൊത്തം ഒറ്റയടിക്ക് നോക്കാൻ എനിക്ക് പറ്റണം തലേന്ന്. അത് മീൻസ് ഇപ്പോൾ ബോത്ത് ഗ്രൂപ്പ് അല്ലാന്നുണ്ടെങ്കിൽ 1.5 ഡേ. സോ 1.5 ഡേയിൽ എനിക്ക് മൊത്തം, അല്ലെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ ഹാഫ് ഡേ അല്ലെങ്കിൽ നൈറ്റ്, അതെനിക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഡ്യൂട്ടി. അത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആക്കിയെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എക്സാം വിൽ ബി ഈസി. കാരണം എല്ലാ ടോപ്പിക്കും റിവൈസ് ചെയ്തിട്ടാണ് എക്സാമിന് പോയിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി എല്ലാ ടോപ്പിക്കും എനിക്കറിയാം, നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഞാൻ പറഞ്ഞതിന്റെ ലോജിക്ക് മനസ്സിലായി. അതായത് നിങ്ങളൊക്കെ പഠിക്കൽ എന്താ, ഇങ്ങനെ പഠിച്ചു പോകും, എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ഓർമ്മ ഉണ്ടല്ലോ. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആ എന്തൊക്കെ എക്സാമിന് നോക്കണം, അല്ലെങ്കിൽ എക്സാമിന്റെ തലേന്ന് എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി. അപ്പൊ ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. അതുപോലെ തന്നെ റീഡു ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനും എക്സാമിന്റെ തലേന്ന് വീണ്ടും നോക്കാൻ പറ്റില്ല. അത് ദാറ്റ്സ് റിയാലിറ്റി. അപ്പൊ അത് കൊടുത്ത് ടെൻഷൻ ആവരുത്. എക്സാമിന്റെ തലേന്ന് എല്ലാ ക്വസ്റ്റ്യൻ നോക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. സോ ഓരോ ചാപ്റ്ററിലും റീഡു ചെയ്യേണ്ട, അതായത് പിന്നെയും ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്നുള്ളത് ഇപ്പൊ തന്നെ മാർക്ക് ചെയ്ത് പോകണം. അതിന് പിന്നീട് സമയമില്ല. അപ്പൊ ഇങ്ങനെ, അതായത് നമ്മൾ പ്രിപ്പയറിംഗ് ഫോർ ദി ലാസ്റ്റ് ഡേ ഓഫ് ദി എക്സാം, ആ എക്സാമിന്റെ ലാസ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ നടത്തുന്നത്. ആ രീതിക്ക് ചിന്തിച്ചിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കിയേ, പെർഫെക്റ്റ് പ്രിപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, സോ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ഉള്ളതെന്ന്, ഞാൻ കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നത്, അതാണ് ഞാൻ താഴോട്ട് നോക്കുന്നത്. എന്തൊക്കെ നിങ്ങൾ കുറെ ആൾക്കാർ ചോദിച്ച കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പെൻ ആൻഡ് പേപ്പർ, അതായത് എഴുതി പഠിക്കുക. ഇപ്പോഴെങ്കിലും വായിച്ച് പഠിക്കുന്നതൊക്കെ ഒഴിവാക്കുക. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, തിയറി ആയിക്കോട്ടെ, എഴുതുക. ന്യൂസ് പ്രിന്റ് എടുക്കുക, എഴുതുക. ഓൾവേസ് യൂസ് പെൻ ആൻഡ് പേപ്പർ. ഞാനൊക്കെ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് ന്യൂസ് പ്രിന്റ് ഇങ്ങനെ വാങ്ങി എഴുതി ഞാൻ ഫൈനൽ പ്രിപ്പറേഷനിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് പ്രിന്റ് ഒക്കെ എടുത്തേക്കും. ഞാൻ എഴുതിയ പേപ്പറുകളൊക്കെ എടുത്തേച്ച് കുറേ അറ്റംപ്റ്റ് എടുത്തതല്ല. അപ്പോൾ എല്ലാ അറ്റംപ്റ്റും ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പോൾ എഴുതി എടുത്തേച്ച് കുറേ ന്യൂസ് പ്രിന്റ് ഉണ്ടായിരുന്നു. ഒരു 2 ചാക്കിന്റെ സംതിങ് അടുത്ത് ന്യൂസ് പ്രിന്റ്സ് ഉണ്ടായിരുന്നു എനിക്ക്. എന്നിട്ട് ഉമ്മാക്ക് കൊടുത്തത് കത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുൾ എടുത്ത് വെച്ചിരുന്നത്. ഓരോ അറ്റംപ്റ്റ് തീരുമ്പോൾ ന്യൂസ് പ്രിന്റ് എടുത്തു. കാരണം എന്താ, പെന്നും ഞാൻ എടുത്ത് വെച്ചിരുന്നു. അത് പുറത്ത് വിട്ടിട്ടില്ല. ഇപ്പൊ കുറേ പെന്നുകളുണ്ട്. അതായത് ഫൈനൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത അന്ന് തൊട്ട് ഇതുവരെ, അതായത് ക്ലിയർ ആവുന്ന വരെയുള്ള ന്യൂസ് പ്രിന്റ്സ്, ക്ലിയർ ആവുന്ന വരെയുള്ള പെന്ന് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പെന്നും ഒരുപാട് ന്യൂസ് പ്രിന്റ്സും ഉണ്ടായിരുന്നു. പെന്ന് ഇപ്പോഴും ഉണ്ട്, ന്യൂസ് പ്രിന്റ്സ് ഒക്കെ ഞാൻ ഉപയോഗിക്കും. അപ്പം അങ്ങനെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അതായത് എൻ്റെ ഒരു കോൺഫിഡൻസ്, അതായത് ഞാൻ ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ ഇങ്ങനെ അന്ന് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഇടണം എന്നൊക്കെ. പിന്നെ ഞാൻ അത് ഓവർ, അതായത് നമ്മളിത് എന്താ, നമ്മൾ ഭയങ്കര സംഭവമാണ്, നമ്മൾ തന്നെ ഭയങ്കര അതാക്കി മാറ്റല്ലേ എന്നുള്ള ഇതുകൊണ്ട് നമ്മൾ അപ്പോൾ അതൊന്നും റിവീൽ ചെയ്തില്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ റിവീൽ ചെയ്യുന്നതല്ലാതെ. ഓക്കെ, സോ യൂസ് പെൻ ആൻഡ് പേപ്പർ. കാരണം പ്രസന്റേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് പ്രസന്റേഷൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. CA പോലത്തെ എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രസന്റേഷൻ. അപ്പോൾ പ്രസന്റേഷൻ നിങ്ങൾ എത്ര നോളജ് ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലെന്നെങ്കിൽ പണിപാളി. അപ്പം നോളജ് ഉണ്ടാവും, എഴുതാൻ പറ്റില്ല, പണിപാളി. സോ എഴുതി പ്രസന്റ് ചെയ്യുക എന്നുള്ളത്, അതായത് ആ പ്രസന്റേഷൻ റെഡിയാക്കി കൊണ്ടുവരിക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് വെച്ചാൽ ഡോണ്ട് കോപ്പി അതേഴ്സ്. ദിസ് ഈസ് എസ്പെഷ്യലി ഫോർ ഗേൾസിൻ്റെ ആംഗിളിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഗേൾസിനാണ് കൂടുതൽ ഇത് കോപ്പി ചെയ്യുക. അതായത് എടേ അവള് ഇങ്ങനെ പഠിക്കുന്നു, അവൾ അങ്ങനെ പഠിക്കുന്നില്ലേ, ഇവളിങ്ങനെ പഠിക്കുന്നില്ലേ. സോ ഡോണ്ട് കോപ്പി ഫ്രം അതേഴ്സ്. അവൾ അങ്ങനെ പഠിച്ചോട്ടെ, ഈ ഇങ്ങനെ പഠിക്കുക, അത്രേ ഉള്ളൂ.
സോ ഡോണ്ട് കോപ്പിങ് ഫ്രം അതേഴ്സ്. വേറെയുള്ളവരെ സ്റ്റഡി സ്ട്രാറ്റജി ഒക്കെ എടുക്കാം, പക്ഷെ അവരുടെ ടൈമിങ്, അവർ രാത്രി പഠിക്കുന്നുണ്ട്, നമുക്ക് രാത്രി ഉറക്കണം, എന്നാ അവനെ ഉറങ്ങും, രാത്രി പിന്നെ പഠിക്കാൻ നിൽക്കണ്ട. സോ ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. അതാണ് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ്. അത് കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ മോഡസ് ഓപ്പറാൻഡിയും വേറെ ആളുടെ മോഡസ് ഓപ്പറാൻഡി, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവും വേറെ ആളുടെ കഴിവും വെച്ച് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ഈ എക്സാം ടൈമിൽ വേറെ ആളെ കുറിച്ച് ചിന്തിക്കാറില്ല. അവരെങ്ങനെ പഠിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, അവരെന്താ പഠിക്കുന്നത്. ഇപ്പം ആരെങ്കിലും ഫോൺ ചെയ്യുകയാണെങ്കിൽ വരെ ഞാൻ സംസാരിക്കാറില്ല എക്സാമിനെ കുറിച്ച്. കാരണം എനിക്ക് എൻ്റെ എൻ്റെ വഴി. അത് ഞാൻ സെൽഫിഷ് ആയതുകൊണ്ടല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് സെൽഫിഷ്. കാരണം നമ്മളൊരു ഇൻഡിപെൻഡൻസ് ഇല്ല. എൻ്റെ ഒരു സേഫ് പ്രൈവസി സ്പോട്ടാണ് എൻ്റെ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ. അതിൽ എനിക്ക് വേറെ ആൾ കയറി ഇടപെടുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. ഞാൻ സ്ട്രാറ്റജീസും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടെത്തുക എന്നല്ലാതെ സ്വയം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാരണം ഡിഫറൻസ് നമ്മളെ സ്റ്റഡി സ്റ്റൈലാണ് പല ആൾക്കാർക്കും. സോ നമ്മളുടെ സ്റ്റഡി സ്റ്റൈൽ നമ്മൾ കണ്ടെത്തി പഠിച്ചു പോവുക കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിരിക്കും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും നമ്മളുടെ പഠിത്തം. അപ്പൊ അതാണ് അടുത്ത പോയിന്റ്. അതായത് നമ്മൾ പഠിക്കുന്നത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, ഹാപ്പി ആയിട്ട് പഠിക്കണം. അല്ലെങ്കിൽ വെറുതെ സ്ട്രഗിൾ, മീൻസ് ടു മച്ച് സ്ട്രഗിൾ, ടു മച്ച് എന്താ പറയാ ടെൻഷൻ, ഈ പറഞ്ഞ അതൊന്നും വേണ്ടടോ. അതായത് നിങ്ങൾ ജെന്യൂൻ ആയിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പാസ്സായിരിക്കും. എന്നെ ക്ലാസിക് എക്സാമ്പിളാണ് ഞാൻ. ഇപ്പം ഞാൻ അറ്റംപ്റ്റുകൾ വൈകിയിട്ടുണ്ട് എനിക്ക്, പക്ഷെ എന്നിരുന്നാലും ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പൊ അറ്റംപ്റ്റുകൾ വൈകാനുള്ള റീസൺ ഒന്ന്, ഞാൻ ആവറേജ് ലെവൽ സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് എല്ലാ പേപ്പേഴ്സും ഒരുപോലെ എളുപ്പമല്ല. സോ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ അറ്റംപ്റ്റ് വൈകാനുള്ള റീസൺ. അപ്പം അതുകൊണ്ട് ഇപ്പം എല്ലാവരും അറ്റംപ്റ്റ് വൈകും എന്നൊന്നും അങ്ങനെയൊന്നുമില്ല. സോ അതെന്റെ പേഴ്സണൽ, എൻ്റെ പ്രശ്നം. ഓക്കെ. അപ്പം അതാ പറഞ്ഞത്, എന്നെ പോലത്തെ ഒരാൾക്ക് പാസ്സാവാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും പാസ്സാവാൻ പറ്റുന്ന ഞാൻ പറഞ്ഞു വരുന്നത്. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളതാണ് പോയിന്റ്. അതായത് നമ്മൾ പഠിക്കുന്ന വേ കറക്റ്റ് ആണ് എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുക എന്നുള്ളൊരു കാര്യം. പിന്നെ സ്ട്രെങ്ത്, വീക്ക് പോയിന്റ്, അത് ചെയ്യാറുണ്ടായിരുന്നു. അതായത് സ്ട്രെങ്ത് പേപ്പേഴ്സ് ഏതൊക്കെ, വീക്ക് പേപ്പേഴ്സ് ഏതൊക്കെ എന്നുള്ള പ്രോപ്പർ ഒരു അനാലിസിസ് നടത്തുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഗ്രിഗേറ്റ് കയറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 40-40 കിട്ടിയാൽ പോരാ, കറക്റ്റ് 50-50. നമുക്ക് എല്ലാത്തിലും കറക്റ്റ് 50-50 കിട്ടുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ രണ്ട് പേപ്പേഴ്സിന് നല്ല ഹൈ മാർക്ക് സ്കോർ ചെയ്ത് വെക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മറ്റേൽ കുറച്ച് കുറഞ്ഞു പോയാലും നമുക്കത് മാനേജ് ചെയ്ത് അഗ്രിഗേറ്റിന്റെ കാര്യത്തിൽ കുറച്ച് എളുപ്പമായിരിക്കും എന്നുള്ള ഒരു കാര്യമുണ്ട്. സോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു പോയിന്റ്. പിന്നെ ലാസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ പാരൻസ്. അതായത് പാരൻസ് ആണ് അൾട്ടിമേറ്റ്ലി എൻ്റെ മോട്ടിവേഷൻ പാരൻസ് ആയിരുന്നു. പിന്നെ എൻ്റെ മറ്റൊരു മോട്ടിവേഷൻ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ആയിരുന്നു. ഈ രണ്ട് മോട്ടിവേഷൻ കൊണ്ടാണ് എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സാവണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നത്. നമ്മളുടെ സിറ്റുവേഷൻ നമ്മളെ കുറേ ഇതാക്കൂല. അതായത് നമ്മളൊരു ബാഡ് സിറ്റുവേഷൻ, നമ്മളെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത്രയും താഴെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അതിന് വേണ്ടി മെനക്കെടുട്ടാം. അത് ഇപ്പോൾ എടുത്തു നോക്കിയേ, ഏതൊരു വലിയ പൊസിഷനിലെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉണ്ടാവും അയാൾക്ക്. അതായത് അയാൾ കഷ്ടപ്പെട്ടൊരു വന്ന ഒരു വേ, ചിലപ്പം അല്ലേ, നല്ലൊരു അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഹിസ്റ്ററിയിലുള്ള ഒരുപാട് ആൾക്കാരുടെ വേ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സ്റ്റാർട്ടിങ് പീരീഡ് സ്ട്രഗ്ലിംഗ് പീരീഡാണ്. സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ടൂ മച്ച് സ്ട്രഗിൾ അല്ല, എന്ന് വെച്ചാൽ അവർ വന്ന വേ, അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഭയങ്കര കുറഞ്ഞ ഇതായിരിക്കും. അപ്പോൾ അതായിരിക്കും അവരുടെ മോട്ടിവേഷൻ. അതായത് അവർ ജീവിച്ച സാഹചര്യം അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് അങ്ങനെ ഉയർന്നതിൽ എത്തണം എന്ന് ചിന്തിച്ച് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം എന്ന് ചിന്തിച്ച് അവർ മുന്നിലോട്ട് കയറി വന്നതായിരിക്കും. സോ അങ്ങനെ ഒരു ചിന്താഗതി നമുക്ക് വേണം എന്ന് ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ പുഷ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഈ ഒരു കോഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്തും തന്നെ ആയിക്കോട്ടെ, നമ്മൾ സ്വമേധയാ വിചാരിക്കാതെ നമുക്ക് ആ സംഭവം കീഴടക്കാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മൾ തീരെ സ്ട്രെങ്ത് ഇല്ലാത്ത ആളാണെങ്കിലും തീരെ ഇന്റലിജന്റ് കുറവുള്ള ആളാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒന്ന് അധ്വാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്ത് അതിന് വേണ്ടി നല്ലോണം പണിയെടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കത് എന്ത് ചെയ്യും, കിട്ടും ചെയ്യും. ദാറ്റ്സ് ദി പോയിന്റ്, അൾട്ടിമേറ്റ് പോയിന്റ്. സോ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾക്കത് പാസ്സാകാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കണം, നിങ്ങളുടെ പാരൻസിനെ കുറിച്ച് ഓർക്കണം എന്നും കൂടി ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ അവസാനമായിട്ട് ഞാനിത് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആക്ച്വലി. അപ്പം നമ്മൾ ആ കോൺവൊക്കേഷൻ അവരെ പ്രൗഡാക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട്. നമ്മൾ ആ കോൺവൊക്കേഷനിലൊക്കെ പോയി നമ്മൾ അത് തൊപ്പിയൊക്കെ ഇട്ട് അങ്ങനെ, ദാറ്റ്സ് ഒന്നും പറയാനില്ല ആ മൊമെന്റിന്. ആക്ച്വലി ഞാനൊരു ഉമ്മാനെ പനി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ കൊണ്ടുപോയി. ഉമ്മക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പാടായിരുന്നു, എന്നിരുന്നാലും വേണ്ടിയില്ല, കൊണ്ടുപോയി കോൺവൊക്കേഷൻ മൊമെന്റ് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ആ ടൊപ്പി ഇടിച്ച് അതൊക്കെ വെച്ച്, അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. കാരണം ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെ കൂടെ തന്നെ എൻ്റെ പാരൻസും എൻ്റെ കൂടെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ മറ്റു രീതിയിലാണെന്നുണ്ടെങ്കിൽ. സോ ദേ നീഡ് ഇറ്റ്. അത് എന്നെക്കാളും അവർക്കായിരുന്നു അത് ആവശ്യം. സോ
അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു മൊമെന്റ്സ് ഒക്കെ നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അതിന് വേണ്ടി കൂടുതൽ മെനക്കെടും. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മൾ ടൂ മച്ച് നമ്മൾ വറീഡ് ആവരുത്, അത് ഞാൻ പറയാം. ടേക്ക് ദി സപ്പോർട്ട് ഫ്രം യുവർ പാരൻസ് ഓൾസോ. പാരൻസിന്റെ സപ്പോർട്ടും കൂടി വേണം കേട്ടോ. ഞാൻ അവരെ ഓർക്കാൻ കൂടി പറഞ്ഞപ്പോൾ തന്നെ പാരൻസിന് ഇത് കാണിച്ചു കൊടുക്കാനാണ് ഈ പറഞ്ഞ വീഡിയോ. ഇത് പാരൻസിനുള്ള വോയിസ് ആണ്, അല്ലെങ്കിൽ പാരൻസിനെ നിങ്ങൾ കാണിച്ചു കൊടുക്കുക ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം. അതായത് ഉമ്മ ഉപ്പ, അവരുടെ നിങ്ങളെ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അച്ഛനമ്മ, നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ മക്കളോട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഴ്സ് അത്യാവശ്യം നല്ല ടഫസ്റ്റ് കോഴ്സാണ്, അത്ര ഈസി കോഴ്സ് അല്ല. സോ അതിൽ ചിലപ്പം ഉയർത്ത താഴ്ചകൾ ഉണ്ടായിരിക്കാം. അതിന് നിങ്ങളൊന്ന് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ താഴ്ചയിലോട്ട് പോയാലും ഉയർന്ന് തിരിച്ചു വരും. അതിന് ക്ലാസിക് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്. ഞാൻ ഒരുപാട് തവണ ഫെയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫെയിലാകുമ്പോഴും എൻ്റെ കൂടെ നിന്നിരുന്നത് പാരൻസ് ആയിരുന്നു. ആ ഒറ്റൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമായിരുന്നു എനിക്ക് പിന്നെ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയത്. സോ നിങ്ങൾ വേറെ ആരേക്കൊന്ന് കിട്ടുന്നതിനേക്കാളും സപ്പോർട്ട് ഏറ്റവും കൂടുതൽ നിങ്ങളെ കയ്യിൽ നിന്ന്, പാരൻസായ നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളെ കുട്ടികൾ പാസ്സാവും, CMAക്കാരായിരിക്കും ഡെഫിനറ്റ്ലി. അത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഓക്കെ, സോ പാരൻസിനോട് പറയാനുള്ള ആയിരുന്നു അത് ഇത് നിങ്ങൾ പാരൻസിനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താ പറയുക, അവസാനമായിട്ട് ഒരുപാട് ആൾക്കാരെ ഈ പറയുന്നു, ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, വയ്യ സാറേ ഇനി എന്താ ചെയ്യുക, അങ്ങനെ. എനിക്ക് ഭയങ്കര എനിക്കും വിഷമം തോന്നുന്നു. കാരണം നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം എനിക്കും ഭയങ്കര, ഞാനും ആ മൊമെന്റിൽ കൂടെ പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സന്തോഷമില്ല വെച്ചാൽ ഈ ജീവിതം പിന്നെന്താ രസമില്ലല്ലോ. അപ്പം ഒരു ഫിലിമൊക്കെ ഒന്ന് പോയി കാണാൻ എടുത്ത് കുഴപ്പമൊന്നുമില്ല. തുടരിറങ്ങിയിട്ടില്ലേ, തുടരൊക്കെ ഒന്ന് പോയി കാണാം. റിലാക്സ് ആവേണ്ട മൊമെന്റിൽ റിലാക്സ് ആവണം, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. സോ ടൂ മച്ച് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നു പറഞ്ഞ് തലയിലോട്ട് ഇതെടുത്ത് വെച്ച് അങ്ങനെ, അതിൽ ഞാൻ ഒബ്വിയസ്ലി ഞാൻ അതിനെതിരാണ്. സോ പഠിക്കേണ്ട സമയം എഫക്റ്റീവ്ലി പഠിക്കുക, എന്റർടൈൻ ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ്ലി എന്റർടൈൻ ചെയ്യുക. അത് ടൂ മച്ച് എന്റർടൈൻമെന്റ് ആവും വേണ്ട, പാകത്തിന് അത്യാവശ്യം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. അപ്പം നന്നായി പഠിക്കുക. എന്തെങ്കിലും പേഴ്സണൽ അസിസ്റ്റൻസോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഇവിടെ, എൻ്റെ നമ്പർ കുറേ ആൾക്കാരുടെ അടുത്ത് ഉണ്ടാവും തോന്നുന്നു. എന്നെ വിളിക്കാം, നമ്പർ ഇവിടെ ഏതായാലും ഡിസ്പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം. മെസ്സേജ് ചെയ്യുന്നതിനേക്കാളും വിളിക്കുന്നതായിരിക്കും. മെസ്സേജ് ഇപ്പോൾ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കുന്നത് കുറവാണ്. സോറി ഫോർ ദാറ്റ് ഓൾസോ. അപ്പം ഇഫ് യു നീഡ് എനി സോർട്ട് ഓഫ് ഹെൽപ്പ് യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, സോ ഡോണ്ട് വറി, ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഓൾവേസ് ഞാൻ പറയുന്ന പോലെ ടേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് ഈസി. എല്ലാം പോസിബിൾ ആണ്. ഡോണ്ട് സ്ട്രഗിൾ ടു മച്ച്, സ്ട്രഗിൾ എഫക്റ്റീവ്ലി. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. നല്ലോണം പഠിക്കുക, പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ബാക്കി റെസ്റ്റ് പഠിച്ചോ നോക്കിക്കോളും. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് പോഡ്കാസ്റ്റ്. ബൈ.